സോ ഹായ്, ധനഞ്ജയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലേക്ക് സോങ് എന്ന് പറയുന്ന കുമരകത്തുള്ള ഏറ്റവും അതിമനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലാണ്. ഇവരുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 12 acres ഓഫ് ലാൻഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പോൾ 12 acres ഓഫ് ലാൻഡിൽ ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതിലാണ് എല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 68 റൂംസാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ വലിയൊരു ലോൺ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് വലിയൊരു ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു വലിയ ടീം ബിൽഡിംഗ് ഗെയിംസ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ലോൺ സ്പേസ് ആണ് ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് മറ്റൊന്നുള്ളത് ഇവരുടെ ബാങ്കറ്റ് ഹാളാണ്. ബാങ്കറ്റ് ഹാൾ നമ്മളിപ്പോൾ കാണാം, ബാങ്കറ്റ് ഹാൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ മേ ബി റൂംസിൻ്റെ ക്ലിപ്സ് നമുക്ക് കിട്ടുമോ നോക്കാം. പിന്നെ ജസ്റ്റ് ഒരു ഓവറോൾ എന്താണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ബാങ്കറ്റ് ഹാള്. ആ കാണുന്നതാണ്. സോ ബാങ്കറ്റ് ഹാള് പറയുകയാണെങ്കിൽ ഇവിടെ കുമരകത്തുള്ളതിൽ ഒരു ഏറ്റവും ഹ്യൂജ് ബാങ്കറ്റ് ഹാൾ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ലേക്ക് സോങ്. പിന്നെയുള്ള 68 റൂമിൽ 3 കാറ്റഗറി ആയിട്ടാണ് അവർക്കുള്ളത്. ഒന്ന് പുന്നമട എന്ന് പറയുന്ന ഒരു ബേസ് കാറ്റഗറി, പിന്നെ അഷ്ടമുടി, വേമ്പനാട്, ഇങ്ങനെ 3 കാറ്റഗറിയിൽ ആയിട്ടാണ് അവരുടെ റൂംസ് വരുന്നത്. അപ്പം ഇതെല്ലാം നമുക്കിന്ന് കണ്ടുനോക്കാം. യെസ്, സോ നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് ബാങ്കറ്റ് ഹാളാണ്. ബാങ്കറ്റ് ഹാളിൽ ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു വലിയ മെയിൻ സ്പെക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാങ്കറ്റ് ഹാളാണ്. നമുക്കൊരു ക്ലസ്റ്റർ സിറ്റിംഗിൽ, അതായത് റൗണ്ട് ടേബിളിൽ നമുക്കൊരു 250 പാക്സോളം ആൾക്കാരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഹാളാണിത്. പിന്നെ വരുന്നത് നമ്മൾ തിയേറ്റർ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 400-450 പേരെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഹാള്. ആ വഴി നമുക്ക് ഇപ്പൊ അൺഓർഗനൈസ്ഡ് ആണ്. നമ്മൾ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വന്നോളൂ. ഇന്നലെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു ഇവിടെ. സോ ഇതാണ് സ്റ്റേജ് വരുന്നത്. സ്റ്റേജ് വിത്ത് പോഡിയം, എവറിത്തിങ് ഇസ് ദെയർ. ബേസിക് സൗണ്ട് സിസ്റ്റം ഇവിടെ തന്നെ ഉണ്ട്. ഇത്രയും വലിയ ഹാളാണ്. ഓക്കെ, ആക്ച്വലി നമുക്കൊരു 130 പേര് അല്ലെങ്കിൽ ഒരു 150 പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഹാള് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. മേ ബി ഒരു എന്താ പറയുക, ബുഫറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് വേറെ വെക്കണം. അതായത് ഒഫീഷ്യൽ കണക്ട് ചെയ്ത് നമ്മളൊരു ബന്ധം ഉണ്ടാവരുത് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പുറകിൽ ബുഫേ സെറ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഇതാണ് ഇവിടുത്തെ ബാങ്കറ്റ് ഹാൾ. സോ ദിസ് ഇസ് ദ ലോൺ സ്പേസ്. ഇത്രയും വലിയൊരു സ്പേസ് ആണ്. അതായത് നമുക്കൊരു വലിയൊരു ഇവന്റോ വലിയൊരു ഗെയിംസോ ഒക്കെ ചെയ്യാൻ ഈസിലി പറ്റുന്ന ഒരു വലിയൊരു ലോൺ സ്പേസ് ആണ്. യെസ്, നമ്മൾ നേരത്തെ ഒരു വലിയ ബാങ്കറ്റ് ഹാളുണ്ട്, ഇവർക്കൊരു ചെറിയൊരു ബാങ്കറ്റ് ഹാൾ കൂടെ ഉണ്ട്. ഈ ഒരു ബാങ്കറ്റ് ഹാളിൽ നമുക്കൊരു എന്താ പറയുക, ഒരു കുഞ്ഞു DJയോ അല്ലെങ്കിൽ അവിടെ വലിയൊരു ഇവന്റ് നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു മൈക്രോ ഗെയിമിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മീറ്റിംഗ്സോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാൻ പറ്റും. യെസ്, ഈ ഒരു റിസോർട്ടിന് ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ലോബി സ്പേസ് ആണ്. ഇറ്റ് ഹാവ് ഗോട്ട് എ ഹ്യൂജ് ലോബി സ്പേസ്. നമുക്കൊരു ഗ്രൂപ്പ് ചെക്കിനൊക്കെ വരുവാണെങ്കിൽ തന്നെ നമുക്കൊരു ഏതെങ്കിലും ഒരു കോർണറിലേക്ക് മാറി നമുക്ക് അവർക്കൊരു എക്സ്ക്ലൂസീവ് ചെക്കിനൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. യെസ്, അത് വേറൊരു മെയിൻ ഹൈലൈറ്റ് ആണ്. എത്ര വലിയ ഗ്രൂപ്പ് വന്നാലും നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ലോബി സ്പേസ് ഈ ഒരു റിസോർട്ടിനുണ്ട്.